വീണ്ടും വാർത്തകളിലേക്ക് പോകുന്നു. പ്രതിരോധ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കാൻ GCC രാഷ്ട്രങ്ങളുടെ തീരുമാനം. ഏകീകൃത സൈനിക കമാൻഡ് വഴി ഇന്റലിജൻസ് വിവരം കൈമാറ്റം വർദ്ധിപ്പിക്കും. ബാലിസ്റ്റിക് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനത്തിനായി സംയുക്ത സമിതി രൂപീകരിക്കും. സംയുക്ത പ്രതിരോധ പദ്ധതികൾ നവീകരിക്കുവാനും തീരുമാനം. ഇസ്രായേലിന്റെ ദോഹ ആക്രമണ പശ്ചാത്തലത്തിൽ ചേർന്ന GCC യോഗത്തിൽ ഈ തീരുമാനങ്ങളെല്ലാം വന്നത്. മുഹമ്മദ് അബ്ബാസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, നിർണായകമായ തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടാണ് ഈ പ്രതിരോധ രംഗത്തെ സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ള തീരുമാനം. ഒപ്പം തന്നെ കമാൻഡ് വഴി ഇന്റലിജൻസ് വിവരം കൈമാറ്റവും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം നിർണായക വിവരം തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് അബ്ബാസ്? അജി, GCC രാഷ്ട്രങ്ങളുടെ അസാധാരണ സംയുക്ത യോഗമാണ് ഇപ്പോൾ ചേർന്നത്. പ്രതിരോധ കൗൺസിലാണ് സമ്മേളിച്ചത്. 5 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്ന് GCC ഈ കൗൺസിൽ എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ഏകീകൃത സൈനിക കമാൻഡ് വഴി ഇന്റലിജൻസ് വിവര കൈമാറ്റം വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആക്രമണം ഇന്റലിജൻസ് സംവിധാനത്തിൻ്റെ കൂടി ഒരു പോരായ്മ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രധാനമന്ത്രി ഖത്തർ പ്രധാനമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റഡാറിൽ പെടാത്ത വിമാനങ്ങളാണ് ഇവിടെ ആക്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഏകീകൃത സൈനിക കമാൻഡ് വഴി ഇന്റലിജൻസ് വിവരത്തിൻ്റെ കൈമാറ്റം വർദ്ധിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. 2013 മുതൽ ഇങ്ങനെ ഒരു ഏകീകൃത സൈനിക കമാൻഡ് GCC രാഷ്ട്രങ്ങൾക്കുള്ളതാണ്. അത് റിയാദ് ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. അതിനു കീഴിലാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ, സുരക്ഷാ അഭ്യാസങ്ങൾ ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം വന്നിട്ടുള്ളത്. രണ്ടാമതായി, വ്യോമ സാഹചര്യങ്ങളുടെ ചിത്രങ്ങൾ അംഗരാജ്യങ്ങൾ കൈമാറും എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വ്യോമാക്രമണമായിരുന്നു. അത് റഡാറിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിമാനങ്ങളാണ് ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ അംഗരാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരം ഒരു അസാധാരണമായ വ്യോമ ഒരു നീക്കമുണ്ടായാൽ അത് പരസ്പരം കൈമാറാനുള്ള ഒരു സഹകരണ കരാർ കൂടിയാണ്. മറ്റൊന്ന്, ബാലിസ്റ്റിക് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനത്തിനായി സംയുക്ത സമിതി രൂപീകരിക്കുക എന്നുള്ളതാണ്. നാലാമതായി, ഏകീകൃത സൈനിക കമാൻഡുമായി സഹകരിച്ച് സംയുക്ത പ്രതിരോധ പദ്ധതികൾ നവീകരിക്കുന്നതാണ്. ഒരുപാട് പ്രതിരോധ പദ്ധതികൾ നിലവിൽ ഖത്തറിനും അതുപോലെ GCC രാഷ്ട്രങ്ങൾക്കുമുണ്ട്. അതൊന്നുകൂടി ബെറ്ററാക്കാനാണ്, ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അഞ്ചാമതായി, 3 മാസത്തിനുള്ളിൽ എല്ലാ രാഷ്ട്രങ്ങളും ചേർന്ന് വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടത്തുമെന്നുള്ളതാണ്. ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് കൂടി ഇതിൽ പറയുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 5 തീരുമാനങ്ങൾ. ഈ 5 തീരുമാനങ്ങൾ GCC രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഒരു രാജ്യത്തിൻ്റെ, ഒരു GCCയിലെ അംഗരാജ്യത്തിൻ്റെ പരമാധികാരത്തിനു മേൽ ആക്രമണം ഉണ്ടായി. അത് ഒരൊറ്റ രാജ്യത്തിനു മേൽ, ഏതെങ്കിലും ഒരു രാജ്യത്തിന് മുകളിലുള്ള ആക്രമണം തങ്ങളുടെ എല്ലാവരുടെയും മേലുള്ള ആക്രമണമായി കരുതും എന്നുള്ളതാണ് ഇന്ന് GCC പ്രതിരോധ കൗൺസിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വരും നാളുകളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവുക.